നമസ്കാരം. സക്സസ് മന്ത്ര കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആകർഷണവും ഇഷ്ടവും തോന്നാറില്ലേ? അവർ വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അവരുടെ സാന്നിധ്യം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. എന്നാൽ വേറെ ചിലരെ കാണുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ നമുക്കൊരു അകൽച്ച തോന്നാറുമുണ്ട്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അവർ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കുഴപ്പമല്ല, മറിച്ച് അവരുടെ ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ മറ്റൊരാളോട് ആശയവിനിമയം നടത്തുമ്പോൾ വെറും 20% മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് സ്ഥാനമുള്ളൂ. ബാക്കി 80% നമ്മുടെ ശരീരഭാഷയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നോക്കുന്നു എന്നതിനാണ് കൂടുതൽ പവർ ഉള്ളത്. നിങ്ങൾക്ക് എവിടെ ചെന്നാലും ആരോട് സംസാരിച്ചാലും എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാകണമെന്നുണ്ടോ? ഇൻ്റർവ്യൂകളിലും ബിസിനസ്സിലും വ്യക്തിബന്ധങ്ങളിലും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച 5 ബോഡി ലാംഗ്വേജ് ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. 1. മാന്ത്രികതയുള്ള പുഞ്ചിരി. വിജയത്തിൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ഭാഷയാണ് പുഞ്ചിരി. പക്ഷേ അത് വെറുതെ ഒരു കൃത്രിമമായ ചിരിയാകരുത്. നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കണ്ണുകളിലും മുഖത്തും വളരെ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി കൊണ്ടുവരിക. ഇത് കാണുമ്പോൾ തന്നെ അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ഒരു സുരക്ഷിതനായ പോസിറ്റീവായ വ്യക്തിയായി അംഗീകരിക്കും. ഒരു ചെറിയ പുഞ്ചിരിക്ക് നിങ്ങളുടെ മുന്നിലെ നിൽക്കുന്ന ആളുടെ സങ്കടങ്ങളെ പോലും ഇല്ലാതാക്കാൻ കഴിയും. 2. കണ്ണുകളിലേക്കുള്ള നോട്ടം. നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നത്? താഴേക്കോ അതോ മുകളിലേക്കോ? ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നു. നിങ്ങൾ അവരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അതുപോലെ എനിക്ക് നിങ്ങളെയും വിശ്വാസമാണ് എന്ന സന്ദേശമാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്. ഇത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. എന്നാൽ തുറിച്ചു നോക്കി അവരെ ഭയപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. 3. തുറന്ന ശരീരപ്രകൃതി. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് സംസാരിക്കുമ്പോൾ കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് നിൽക്കുന്നത്. സൈക്കോളജി പ്രകാരം ഒരാൾ കൈകൾ പിണച്ചു വെച്ച് നിൽക്കുന്നത് അവരുടെ ഉള്ളിലെ പേടിയെയോ അല്ലെങ്കിൽ അവർ എന്തോ കള്ളം പറയുന്നു എന്നതിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ കൈകൾ ഫ്രീയായി തുറന്നിട്ട് സംസാരിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം എടുത്തു കാണിക്കും. 4. മിററിംഗ് ടെക്നിക്ക്. എല്ലാവർക്കും അവരെ പോലെ തന്നെ പെരുമാറുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെയാണ് മിററിംഗ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നിൽക്കുന്നത്, എങ്ങനെയാണോ കൈകൾ ചലിപ്പിക്കുന്നത്, അത് വളരെ പതുക്കെ നിങ്ങളും അനുകരിക്കുക. അവർ ശ്രദ്ധിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇത് അവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങളോട് വളരെ വേഗം ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. 5. മികച്ച ഹാൻഡ്ഷേക്ക്. നിങ്ങൾ ഒരാളെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ നൽകുന്ന ഹാൻഡ്ഷേക്ക് വളരെ പ്രധാനമാണ്. വല്ലാതെ മുറുക്കി പിടിക്കാതെയും എന്നാൽ തീരെ അയഞ്ഞു പോകാതെയുമുള്ള ഒരു ഹാൻഡ്ഷേക്ക് നൽകുക. വളരെ ലൂസായ ഒരു ഹാൻഡ്ഷേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെയാണ് കാണിക്കുന്നത്. കൃത്യമായ ഒരു ഹാൻഡ്ഷേക്ക് നൽകുന്നതിലൂടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അവരിൽ വലിയൊരു മതിപ്പുണ്ടാക്കിയെടുക്കും. പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ വാക്കുകളേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ഈ ശരീരഭാഷയാണ്. ഇന്നു മുതൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളെ കാണാൻ ആളുകൾ ആഗ്രഹിക്കും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ കൊതിക്കും. കാരണം ആത്മവിശ്വാസമുള്ളവരെ ലോകത്തിന് അത്രമാത്രം ഇഷ്ടമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും എത്തട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.